വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ സൂറത്തുൽ ശുഅറായിലുള്ള ആയത്ത് പാരായണം ചെയ്തു. സൂറത്തു ഷൂറയിലുള്ള ആയത്ത് പാരായണം ചെയ്തു. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ഒരാൾ ദുനിയാവിലുള്ള പരലോകത്തിൻ്റെ കൃഷിയും വിഭവങ്ങളും അങ്ങോട്ടേക്കുള്ള ഇബാദത്തുകളും ആരാധനകളും അതാണ് ഒരാളെ മനസ്സിൽ, അതാണ് ഒരാൾ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ വിഭവങ്ങളിൽ, ആ കൃഷിയിൽ അവന് വർധനവ് നൽകും. നേരെ മറിച്ച് ഒരാൾ അവൻ്റെ ചിന്ത മുഴുവനും ദുന്യാവുമായി കൊണ്ടുള്ള ഇവിടുത്തെ സമ്പാദ്യങ്ങളും ഇവിടുത്തെ നേട്ടങ്ങളും ഇവിടുത്തെ കൃഷിയും വിഭവങ്ങളും ദുന്യാവ് നേടണം എന്ന് പറയുന്ന ചിന്തയാണെങ്കിൽ നുഅ്തിഹി മിൻഹ, അവന് നാം അതിൽ നിന്ന് നൽകും. ഇത്ര നൽകുമെന്നോ വർധനവ് നൽകുമെന്നോ അള്ളാഹു പറഞ്ഞില്ല. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പക്ഷേ പരലോകത്തിൽ അവനൊരു വിധവും അവന് സമ്പാദ്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഈ ആയത്ത് സൂറത്ത് ഷൂറയിലുള്ള ഈ ആയത്ത് ഒരിക്കൽ പാരായണം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം ഖുദ്സിയായൊരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം പ്രവാചകൻ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിൽ പറയുന്നൊരു ഹദീസ് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ആദമിൻ്റെ പുത്ര, മനുഷ്യ, തഫറഗ ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം, അതിനു വേണ്ടി നീ ഒഴിഞ്ഞിരിക്കാൻ തയ്യാറാവണം. ഇബാദത്ത് നിർവഹിക്കാൻ, പരലോകത്തേക്കുള്ള കൃഷിയാണത്, വിഭവമാണത്, അതിനുവേണ്ടി സമയം നീ കണ്ടെത്തണം. എന്നാൽ അംല ഉസദറുക ഗിന, നിന്റെ ഹൃദയത്തിൽ ധന്യത ഞാൻ നിറച്ചു തരും. ഭൗതികമായ വിഭവങ്ങളിൽ അവന് ലഭിച്ച കാര്യങ്ങളിൽ ഒരു ബറക്കത്ത് കൂടുതലുണ്ടാകും, അവന് ലഭിച്ചതിൽ ഒരു സംതൃപ്തി ഉണ്ടാകും. അവന് വളരെ കുറഞ്ഞത് കിട്ടിയാൽ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടക്കുന്നൊരു മാനസികമായ വിശാലതയും ഒരു സ്വസ്ഥതയും അവനുണ്ടാകും. അംല ഉസദറുക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറക്കും. അതേപോലെ തന്നെ അസുദ്ദു ഫഖ്റക്, നിന്റെ ദാരിദ്ര്യം ഞാനത് അടച്ചു തരുകയും ചെയ്യും. ദാരിദ്ര്യം എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയുണ്ടാകും ചില ആളുകൾക്ക്. ദുന്യവിയായ ഒരുപാട് വിഭവങ്ങളുണ്ടാകും, ഒരുപാട് സമ്പത്തുണ്ടാകും, പക്ഷേ അവൻ്റെ മനസ്സിൽ വീണ്ടും ഒരുപാട് കിട്ടണമെന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടാകും. നേരെ മറിച്ച് പരലോകത്തിൻ്റെ ചിന്തയും അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള അതിലുള്ളൊരു താല്പര്യവും അതിലുള്ള ശ്രമവും ആ ഒരു ചിന്തയുമായി ഒരാൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യത നിറച്ചു കൊടുക്കും. അതേപോലെ തന്നെ അവൻ്റെ ദാരിദ്ര്യങ്ങളും കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒഴിവാക്കി കൊടുക്കും. അവൻ്റെ തിരക്കുകളും കാര്യങ്ങളും പ്രയാസകരമായ കാര്യങ്ങൾ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞ ആ ഹദീസ് പറഞ്ഞു. അതേ ഹദീസിൻ്റെ കുറച്ചുകൂടി വിശദീകരണമുള്ള മറ്റ് ഒരു വചനങ്ങളിൽ കൂടെ പ്രവാചകൻ പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളെ ചിന്ത മുഴുവനും പരലോകമാണ്, അവിടെ വിജയിക്കണം, അങ്ങോട്ടുള്ള ഇബാദത്തുകളും ത്വാഅത്തുകളും അത് കൃത്യമായി നിർവഹിക്കണം എന്ന് പറയുന്ന ചിന്തയിലാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ധന്യത ഉണ്ടാക്കി കൊടുക്കും. വജമഅ ലഹു ശംലഹു, അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അവൻ്റെ ബാധ്യതകൾ അത് അള്ളാഹു അവന് ഒരുക്കുകൂട്ടി കൊടുക്കുകയും ചെയ്യും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, നിന്ദതയോടെ അവൻ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഓടിയിട്ടില്ലെങ്കിലും, അതിൽ ആർത്തി കാണിച്ച് അവൻ അതിനു വേണ്ടി ത്യാഗം സഹിച്ചിട്ടില്ലെങ്കിലും അവന് ആവശ്യമുള്ള ദുന്യാവും വിഭവങ്ങളും അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് വമൻ കാനത്തി ദുനിയാ ഹമ്മുഹു, ഒരാളെ ചിന്ത മുഴുവനും ദുന്യാവും അതിലുള്ള വിഭവങ്ങളും അതിലുള്ള നേട്ടങ്ങളും അതിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലാണ് ഒരാൾ പോകുന്നു എന്നുണ്ടെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവൻ്റെ രണ്ട് കണ്ണിൻ്റെ മുന്നിൽ അവൻ്റെ ദാരിദ്ര്യത്തിന് അള്ളാഹു ആക്കും. എപ്പോൾ നോക്കിയാലും അവന് ആവശ്യങ്ങളേ ഉള്ളൂ, എപ്പോൾ നോക്കിയാലും അവന് അത്യാവശ്യങ്ങളേ ഉള്ളൂ. അവൻ്റെ കാര്യങ്ങൾ തീരാത്ത, അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ആക്കി തീർക്കും. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ലൈസൽ ഗിനാ ഗിനൽ അറൾ, ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ അതൊരാൾക്ക് ഉണ്ടായി എന്ന് കരുതി അവന് ധന്യതയോ അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാകുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്, ഒരാൾക്ക് അവൻ്റെ മനസ്സിലുള്ള സംതൃപ്തിയും ധന്യതയും
അവൻ്റെ കാര്യങ്ങൾ അത് മതി. അള്ളാഹു നൽകിയ കാര്യത്തിൽ വളരെ കുറഞ്ഞതാണെങ്കിലും അതിലുള്ളൊരു സംതൃപ്തിയും അതിലുള്ള ഒരു സായുജ്യവും അത് എൻ്റെ ആവശ്യങ്ങൾക്ക് മതി എന്ന ബറക്കത്തുകളും അതാണ് യഥാർത്ഥത്തിൽ ധന്യത എന്ന് പറയുന്നത്. നേരെ ദുന്യാവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം അവന് നോക്കുന്ന സ്ഥലത്ത് മുഴുവനും അവൻ അത്യാവശ്യക്കാരനായിരിക്കും. എപ്പോൾ നോക്കിയാലും അവന് തിരക്കുമായിരിക്കും. വഫറഖ അലൈഹി ശംലഹു, അവൻ്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കും. എത്ര ഒരു കൂട്ടിയാലും എത്ര അവന് സ്വസ്ഥത പ്രതീക്ഷിച്ചാലും അവനത് നേടാത്ത ഒരവസ്ഥയായിരിക്കും. വലം യഅ്തിഹി മിനദ്ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവന് കണക്കാക്കപ്പെട്ടതല്ലാതെ ദുന്യാവിൽ നിന്ന് ഒരു പൈസ അവൻ്റെ അടുത്തേക്ക് വരികയുമില്ല. എത്ര ത്യാഗം ചെയ്താലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര ദുന്യാവിൻ്റെ പിന്നിൽ ഓടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതല്ലാതെ അവൻ്റെ കയ്യിലേക്ക് വരികയില്ല. ഈ രണ്ട് ഹദീസുകളും അതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് പറഞ്ഞ ഈ ആയത്തുമൊക്കെ ഒരുപാട് വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒരാൾ അവൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അവൻ്റെ ചിന്തയും പരലോകത്തിൻ്റെ കാര്യങ്ങളാക്കിയാൽ അള്ളാഹുവിനോട് സഹായത്തെ തേടി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്കൊരു സംതൃപ്തി കാണാൻ കഴിയും. അവൻ എപ്പോഴും ഒരു സ്വസ്ഥതയുണ്ടാകും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹു കൽപ്പിച്ച പ്രത്യേകിച്ച് നിർബന്ധമായ ഇബാദത്തുകൾക്കൊന്നും പരിഗണന കൊടുക്കാതെ ദുന്യാവിൻ്റെ പിന്നിൽ ഓടുന്ന ആളുകൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, നേരം ഒരുപാട് ഒരു പണികളും തീർന്നിട്ടില്ല എന്ന് പറയും. സ്ത്രീകളൊക്കെ പലപ്പോഴും അത് കേൾക്കൽ ഒരുപാട് സമയമായി, ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാറുണ്ട്, ഇന്ന് അതുവരെ എന്തേ ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പുരുഷന്മാരായ ആളുകളാണെങ്കിൽ കച്ചവടത്തിൻ്റെ, കൃഷിൻ്റെ, മറ്റുള്ള വിഭവങ്ങളുടെ, ദുന്യാവിൻ്റെ അത് നേടാനുള്ള ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഓടിയിട്ട് ഇവർക്ക് നാല് കരുതിയാൽ ഈ ദുന്യാവിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഒരു പിടി ചോറാണെങ്കിൽ, ഒരു പിടി ഭക്ഷണമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു 10 കാശ് കിട്ടുന്ന വിഷയങ്ങൾ അവിടെ ഒരു ആർത്തിയും അവിടെ ഒരു പ്രത്യേകമായ ഒരു സ്വഭാവങ്ങളും അവർക്ക് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമാകാത്തൊരവസ്ഥ പ്രവാചകൻ പറഞ്ഞതുപോലത്തെ ഒരു അനുഭവങ്ങൾ ഇതിൽ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസുകളും അതിൻ്റെ മുമ്പ് പറഞ്ഞ ആ ആയത്തും അതിൻ്റെ അർത്ഥം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണും. നമ്മുടെ ചിന്ത മുഴുവൻ പരലോകത്തിനെ കുറിച്ചാകുക തന്നെ വേണം. അള്ളാഹു നമ്മെ ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആ ബാധ്യത ഒരാൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടെങ്കിൽ അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവൻ അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുകയും അവൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള വ്യാകുലതയും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ആ കാര്യത്തിൻ്റെ കൂടെ അവൻ്റെ ദുന്യാവും അവൻ എളുപ്പമാക്കി കൊടുക്കും. അവർ കിട്ടിയതിൽ ബറക്കത്ത് നൽകും. അവൻ്റെ മനസ്സിൽ സംതൃപ്തിയും ഒരു ധന്യതയും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.